ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇറാൻ സ്പെഷ്യാലിറ്റീസ്, ഇറാൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇറാൻ അല്ലെങ്കിൽ IRI, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇപ്പോഴിത് IRI എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. ഇതിൻ്റെ പഴയ പേരുകൾ പേർഷ്യ, മെസ്സപ്പൊട്ടാമിയ എന്നിങ്ങനെയായിരുന്നു ഇത് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇറാൻ്റെ അതിർത്തികൾ നോക്കുമ്പോൾ പടിഞ്ഞാറ് ഇറാഖും, വടക്ക് പടിഞ്ഞാറ് തുർക്കിയും, കിഴക്ക് അഫ്ഗാനിസ്ഥാനും, തെക്ക് കിഴക്ക് പാകിസ്ഥാനും, തെക്ക് ഒമാൻ ഉൾക്കടലും എന്നിങ്ങനെയാണ് ഇറാൻ്റെ അതിർത്തികൾ. ലോകത്തെ ഭൂമിശാസ്ത്രപരമായ വലിപ്പത്തിലും ജനസംഖ്യയിലും 17ാം സ്ഥാനമാണ് ഇറാൻ ലോകത്തിലുള്ളത്. അതോടൊപ്പം ഇറാൻ്റെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാനവും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും ടെഹ്റാനാണ്. ഇറാൻ്റെ ക്യാപിറ്റൽ ടെഹ്റാനാണ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ലോക രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്നത്. ഭാവിയിൽ ലോകശക്തി അയക്കാവുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രകൃതിവാതക വിതരണവും അതോടൊപ്പം ലോകത്തെ മൂന്നാമത്തെ എണ്ണശേഖരവും ഇവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ അനുദിനം തഴച്ചു വളരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇറാന്. ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ഇറാനിയൻ റിയാലാണ് ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം, ഇറാൻ്റെ ചരിത്രം നോക്കുമ്പോൾ BC കാലഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ ചരിത്രം ആരംഭിക്കുന്നതാണ്. അതായത് BC 4395 മുതൽ BC 3490 വരെ ഇവിടെ കാർഷിക സമൂഹങ്ങൾ ഉണ്ടായിട്ടിരുന്നതായിട്ട് ചരിത്രകാരന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം AD 7ാം നൂറ്റാണ്ടിൽ അറബ് മുസ്ലിങ്ങൾ ഇവിടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവരുടെ കൈകളിലായി പിന്നീട് ഇറാൻ എന്ന് പറയുന്നത്. പിന്നീട് 18ാം നൂറ്റാണ്ടിൽ ഇറാനെ നാദിർഷയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു ലോകശക്തിയായി വളരുകയും ചെയ്തു. ലോകശക്തികളിലൊന്നായി ഇറാൻ മാറുകയും, എന്നാൽ 19ാം നൂറ്റാണ്ടിൽ റഷ്യയുടെ ഇടപെടലിനെ തുടർന്ന് ഇറാൻ ബാക്കിയടിക്കുകയും ചെയ്തു. 1906 ഇറാൻ്റെ ഭരണഘടനയും ദേശീയ പാർലമെൻറ്റും സ്ഥാപിതമാകുന്നത്. എന്നിരുന്നാലും അവിടെ രാജഭരണമായിരുന്നു. പിന്നീട് 1979 രാജഭരണം അവസാനിച്ചതും പിന്നീട് റുലോൽഫി എന്ന ആളുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നത്തെ IRI രൂപീകരിച്ചതും, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പേര് രൂപീകരിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ 1979 ഇന്ന് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.